എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കറ്റ് പമ്പിൽ തന്നെ ആയിരുന്നു, പക്ഷേ ആൾട്ട് കോയിൻ എല്ലാം ശോകമായിരുന്നു. ആൾട്ട് കോയിൻ നിങ്ങൾ നോക്കി അറിയാം, ഇന്നലെയൊക്കെ ആണെങ്കിലും ഇന്നാണെങ്കിലും ആൾട്ട് കോയിൻ എല്ലാം നല്ല രീതിയിൽ ശോകമായിരുന്നു. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് എതേറി ഒന്ന് പമ്പായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനുള്ള മെയിൻ കാരണം ട്രംപിൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു ടോക്കൺ ഇറങ്ങിയിരുന്നു. ഓക്കെ, അത് ഇന്നലെയാണ് ഇറങ്ങിയത്. പക്ഷേ നമുക്ക് മിസ്സായിപ്പോയി. ആ എൻട്രിയിലൊന്നും എടുക്കാനോ ഒന്നും പറ്റിയതുമില്ല, മിസ്സായിപ്പോയി. നല്ലൊരു ചാൻസ് ആയിരുന്നു. ഫ്യൂച്ചറിൽ ഇട്ടാലും നല്ല രീതിയിൽ എമൗണ്ട് കിട്ടിയേനെ, പക്ഷേ വിട്ടുപോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനിയൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ 80% സപ്ലൈ ഒരാളുടെ കയ്യിലാണ് അത് ഹോൾഡ് ചെയ്യുന്നത്. അതെപ്പം വേണമെങ്കിലും അത് നല്ല രീതിയിൽ ഒരു റെഡ് ബുൾ ആവാനുള്ള സാധ്യതയുണ്ട്. റിസ്ക് വേണമെങ്കിൽ എടുത്തിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാം, പക്ഷേ ഒരു പ്രയോജനമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഇടുന്ന കാശ് മൊത്തത്തിൽ പോകും. അതുകൊണ്ട് വിട്ട് കളയുന്നേ നല്ല. അടുത്ത വല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പം ഈ ഒരു ബിറ്റ് കോയിനും പിന്നാണെങ്കിൽ പമ്പായത് സൊളാന, ഈ ഒരു ട്രംപും മാത്രമായിരുന്നു, ട്രംപിൻ്റെ ആ ഒരു ടോക്കണും മാത്രമായിരുന്നു പമ്പായത്. ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഡമ്പിലായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഡമ്പിൽ തന്നെയാണ്, വലിയ രീതിയിൽ ഒരു മൂവ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ടോണാണെങ്കിലും നല്ല രീതിയിൽ ടോണിൻ്റെ ഒക്കെ ന്യൂസ് വന്നിട്ടും ടോൺ ഒരു 5.65 വരെയൊക്കെ എത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ ഡമ്പിലോട്ടായി. ഇപ്പോഴും വീണ്ടും ഡമ്പിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ വീണ്ടും ഒന്ന് താഴോട്ട് പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ കാരണം ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് കൂടുതലാണ്. അപ്പോൾ ബിറ്റ് കോയിനിലാണ് പണം വരുന്നത്. പിന്നെ സൊളാന മാത്രം പമ്പാകും. സൊളാനയുടെ ഒരുപാട് ഇപ്പം ആ ട്രംപ് എന്നുള്ള ഒരു ടോക്കൺ സൊളാനയുടെ ഇതിലല്ലേ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു മെമെ ടോക്കണകത്ത് ഇതുകൊണ്ട് നല്ല രീതിയിൽ ഫണ്ട് വരും. അപ്പോൾ സൊളാന എല്ലാവരും ബൈ ചെയ്യും. അപ്പോൾ സൊളാന ബൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രൈസ് പമ്പാകും, സ്വാഭാവികം. ഓക്കെ, അതിലാണ് ഇപ്പോൾ പണം വരുന്നത്. പിന്നെ ബിറ്റ് കോയിനിൽ പിന്നെ ആ ട്രംപിലും പണം വരുന്നതുകൊണ്ട് അതും പമ്പാകുന്നു. ബാക്കിയെല്ലാം അതുകൊണ്ടൊക്കെയാണ് ഡംപായി ഇരിക്കുന്നത്. ബാക്കി എല്ലാത്തിലും ഒരു പണവും വരുന്നില്ല. പിന്നെ ഡൊമിനൻസ് ബിറ്റ് കോയിൻ്റെ നല്ല ഹൈ നിൽക്കുകയാണ്. അതൊന്ന് കുറയണം. എന്നിട്ട് ബിറ്റ് കോയിൻ്റെ ഈ ഒരു പ്രൈസ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിന്നാൽ നമുക്കൊരു പമ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. എന്തൊക്കെയായാലും നമ്മളാകെ എല്ലാവരും ബോറടിച്ച് തന്നെ ഇരിക്കുക. എന്ന് വെച്ചാൽ ആൾട്ട് സീസൺ എന്ന് പറഞ്ഞ് ഈ സംഭവം വരുന്നില്ല. നമുക്കൊരു റിസ്ക് ഇല്ലാതെ നമുക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടുമെന്ന രീതിയാണ്. 2021 ആൾട്ട് സീസൺ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ഇതുവരെയായിട്ട് ആൾട്ട് സീസൺ വന്നിട്ടില്ല. 2021 അതൊരു ആൾട്ട് സീസൺ, മെഗാ ആൾട്ട് സീസൺ എന്ന് പറയാം. അതുകൂട്ടൊന്നും പിന്നെ ഇതുവരെയായിട്ട് ആൾട്ട് സീസൺ എത്തിയിട്ടില്ല. ഇതുകൂട്ടുള്ള ഷിറ്റായിട്ടുള്ള മെമെ കോയിനുകളൊക്കെയാണ് പമ്പാകുന്നത്. അപ്പോൾ അതത്ര നല്ല കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് ആൾട്ട് കോയിനൊക്കെ ഇപ്പോൾ എതേറിയാണെങ്കിലും 4800 പോയതിന് ശേഷം എതേറിയത്തിന് ഇതുവരെയായിട്ടും ആ ഒരു ഏരിയ പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. എതേറിയത്തിന് മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ എതേറിയത്തിന് നല്ല ഫീ അല്ലേ, ട്രാൻസാക്ഷനും പിന്നെ സ്ലോയും കാര്യങ്ങളൊക്കെ അല്ലേ. അതാണ് എതേറിയത്തിന് അങ്ങനെ ഡിമാൻഡ് അങ്ങനെ കൂടാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അല്ലെ എതേറിയ എവിടെ നിൽക്കേണ്ടതാണ് എതേറിയ. എന്തായാലും എതേറിയും പോവും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൾട്ടല്ല അതുകൊണ്ടൊക്കെയാണ് ഡമ്പിലോട്ട് വന്നത്. എന്തൊക്കെയായാലും നാളെ ട്രംപ് അധികാരത്തിലെത്തുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു പമ്പ് ഉണ്ടാവും. എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ ട്രംപ് ടോക്കണൊക്കെ ആരെങ്കിലും എടുത്തവരാണെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ആശംസകൾ. നല്ല പ്രോഫിറ്റ് കിട്ടിയവരുണ്ടെങ്കിൽ നമ്മളൊന്നും ഇതെടുത്തില്ല. അപ്പം അടുത്ത വീഡിയോയുടെ കാണാം. ആരും പാനിക്കൊന്നും ആവണ്ട. ചിലപ്പം നല്ല രീതിയിൽ വീണ്ടും ഒരു ലിക്വിഡേഷൻ അടുപ്പിക്കുന്ന പോലൊരു ക്രാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൾട്ട് കോയിൻ്റെ കാര്യത്തിലാണ്. ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ നമ്മളത്ര ഇത് പറയുന്നില്ല. ബിറ്റ് കോയിൻ എപ്പോഴും സേഫ് തന്നെയാണ്. ആൾട്ട് കോയിന് നമ്മൾ എന്തെങ്കിലും വലിയ ലിവറേജ് ഒന്നും എടുക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ കാണാം. എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.